അടിക്കടിയെത്തിയ വിവാദങ്ങളിലും ജില്ലയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലും പ്രതിരോധത്തിൽ നിൽക്കെ CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കം. ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് പാർട്ടി വിട്ട മംഗലപുരം ഏരിയ സെക്രട്ടറിയുടെ ആരോപണങ്ങൾ തുടങ്ങി സംസ്ഥാന വിഷയങ്ങൾ വരെ ചർച്ചയാകും. കോവളത്ത് 23 വരെയാണ് ജില്ലാ സമ്മേളനം. CPM സമ്മേളനകാലത്ത് തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടെങ്കിലും തർക്കങ്ങളെല്ലാം സമ്മേളന ഹാളിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ കൊല്ലത്തെ വിഭാഗീയത സമ്മേളനത്തിന് മുൻപ് ഒരു പടി കൂടി കടന്ന് തെരുവിലെത്തി. കൊള്ളക്കാരിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കൂവെന്ന് പ്ലക്കാർഡുകൾ പോലും ഉയർന്നു. എല്ലാം ഉള്ളിലൊതുക്കുന്ന കാലം കഴിഞ്ഞെന്ന് പ്രവർത്തകർ പാർട്ടിയെ ഓർമ്മിപ്പിച്ചു. എല്ലാം തിരുത്തലിന്റെ ഭാഗമെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ ലൈൻ. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പാർട്ടി മുമ്പോട്ടേക്ക് പോകും. തെറ്റായ നിലപാടിനെ ഈ പാർട്ടി അതിശക്തിയായിട്ട് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. തെറ്റുതിരുത്തൽ പ്രക്രിയ ഉടനീളം ഈ പാർട്ടിയുടെ ജീവിതത്തിലുടനീളം ആ പ്രക്രിയ തുടരും. തിരുവനന്തപുരത്തെ സമ്മേളനം എത്തുമ്പോൾ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി വി ജോയിക്കെതിരെ ഉയർത്തിയ ആരോപണമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ പടയൊരുക്കമുണ്ടായാൽ മാത്രം അതെല്ലാം ചർച്ചയാകും. പിണറായി വിജയന്റെയും മുതിർന്ന നേതാക്കളുടെയും ആശീർവാദത്തിനപ്പുറം ജില്ലയിലെ പാർട്ടിയിൽ ജോയിക്കുള്ള സ്വാധീനം രണ്ടാമതൊരിക്കൽ കൂടി ജില്ലാ സെക്രട്ടറി സ്ഥാനം ഉറപ്പിക്കാൻ കരുത്താണ്. മധുവിനെതിരെ അതേ നാണയത്തിൽ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് പാർട്ടിയും നിലപാട് ഘടിപ്പിക്കുന്നുണ്ട്. ഉണ്ടായ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഒരൊറ്റ ഒന്നൊഴിയാതെ. ഇനിയും ഇടപെടും. തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് പൊറിപ്പിക്കില്ല. ആ രീതിയിൽ പാർട്ടി ജീർണതയുടെ ഒപ്പമല്ല, ജീർണത പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോരാട്ട വീതിയിലാണ് ഈ പാർട്ടിയുള്ളത്. നേതാവാണ് എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ധരിക്കേണ്ട ജനങ്ങളാണ്. ജനങ്ങളുടെ പാർട്ടിയായി ഈ പാർട്ടി. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണപരമായ പോരായ്മയും പാർട്ടി നിലപാടുകളും തിരുവനന്തപുരം സമ്മേളനത്തിൽ തീപാറും ചർച്ചയാകും. ബ്രാഞ്ച് മുതൽ ഏരിയ സമ്മേളനങ്ങൾ വരെ സർക്കാരിനെയും പാർട്ടിയെയും വിമർശിക്കുന്ന ഗൗരവതരമായ ചർച്ചയാണ് നടന്നത്. ഇതേ വിമർശനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിലും നടക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റപ്പോൾ തിരുത്തൽ മാർഗരേഖ നിരത്തിയാണ് പാർട്ടി സെക്രട്ടറി പ്രതിരോധിച്ചത്. എന്നാൽ സമ്മേളനങ്ങളിൽ അതുമാത്രം പോരാ. എതിർ നീക്കങ്ങളെയും MV ഗോവിന്ദന് പേടിക്കണം. ഫെബ്രുവരി 11 തൃശൂർ ജില്ലാ സമ്മേളനത്തോടെയാണ് സമാപനം. വിഭാഗീയതയുടെ പേരിൽ പരസ്യപ്പോര് രൂക്ഷമായ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.